Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Workby. ഞാൻ ആഷിക് ജോയ്. As usual, let us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum da nobis hodie, et dimite nobis debita nostra, sicut et nos dimitimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ചില കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഡാനിയലച്ചൻ പറഞ്ഞ ഒരു കാര്യം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ളത്. അതായത് എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ദയവ് ചെയ്ത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഡാനിയലച്ചൻ്റെ ക്ലാസ് കേട്ടാലും മതി. അപ്പോൾ എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഇതിനു മുമ്പ് വിശുദ്ധരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അത് ഇത്രയേ ഉള്ളൂ. ദൈവം നമുക്ക് സഹനം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് 3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാനാണ്. 1, നമ്മുടെ വിശുദ്ധി. 2, നമ്മുടെ എളിമ. 3, നമുക്ക് ദൈവത്തിലുള്ള ആശ്രയബോധം വളരാൻ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ഉണ്ടാവാനാണ് ദൈവം എല്ലാ സഹനവും നമുക്ക് അനുവദിക്കുന്നത്. ഏത് സഹനമായിക്കൊള്ളട്ടെ, ഒരു കുഞ്ഞ് സഹനം മുതൽ വലിയ സഹനം വരെ എന്തെടുത്തോ ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. ഞാൻ എൻ്റെ ലൈഫിലോട്ട് നോക്കിയപ്പോഴും ഇത് വളരെ സത്യമാണ്. ഈ 3 കാര്യങ്ങൾ നമ്മൾ രൂപപ്പെടാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ദൈവം അനുവദിക്കുന്നത്. അതായത് അടിച്ചു പൊളിച്ച് പാപകരമായ ജീവിതത്തിലൂടെ ശരീരത്തെ അശുദ്ധമാക്കിക്കൊണ്ട് ജീവിക്കുന്ന വ്യക്തിക്ക് ദൈവം എന്ത് ചെയ്യുന്നു? ഒരു രോഗം കൊടുക്കുന്നു. ഈ രോഗം വഴി ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ശിക്ഷയല്ല. ഇതുവഴി ദൈവം ഉദ്ദേശിക്കുന്നത് ഇതുവഴി ഇവൻ അനുദപിച്ച് എന്നിലേക്ക് തിരിയട്ടെ എന്നാണ്. അപ്പോൾ രോഗം ലഭിക്കുന്ന ആ വ്യക്തി എന്ത് ചിന്തിക്കുന്നു? എൻ്റെ പാപത്തിൻ്റെ കാരണമാണ് ഇത് സംഭവിച്ചത്, ഇനി ഞാൻ മരിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ദൈവത്തിലേക്ക് തിരിയുന്നു. ദൈവത്തിലേക്ക് തിരിഞ്ഞ് അനുദപിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് രോഗം മാറുന്നു. അപ്പോൾ രോഗം കൊടുത്തത് എന്തിനാണ്? ആ വിശുദ്ധി എന്ന പുണ്യം ലഭിക്കാൻ. എപ്പോഴും ഫുൾ A+ ലഭിച്ച് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഫുൾ A+ ലഭിച്ച ഒരു കുട്ടി അഹങ്കരിക്കുകയാണ്, എൻ്റെ കഴിവുകൊണ്ടാണ് ഞാനിത് നേടിയത്. ദേ +2-ൽ 8 നിലയിൽ പൊട്ടി. ശിക്ഷയല്ല, ഇവനിൽ എളിമ എന്ന പുണ്യം ഉണ്ടാവാൻ ദൈവം അനുവദിക്കുന്ന സഹനമാണ്. സമ്പത്തിൽ അഹങ്കരിച്ചൊരു വ്യക്തി തൻ്റെ ജോലി മേഖലയിൽ എൻ്റെ കഴിവുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നേടിയത് എന്ന് അഹങ്കരിക്കുന്ന വ്യക്തിയുടെ ജോലി ദൈവം തട്ടിത്തെറിപ്പിക്കുകയാണ്. പിന്നീട് അവൻ അനുദിനം ദൈവത്തിൽ ആശ്രയിച്ചാണ് പോകുന്നത്. അവന് ബാങ്ക് ബാലൻസ് ഇല്ല. ദൈവം കനിഞ്ഞാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. അവിടെ ദൈവത്തിൽ ആശ്രയബോധം വരികയാണ്. അപ്പോൾ ഈ 3 സീൻസ് ഞാൻ പറഞ്ഞില്ലേ, സീൻ 1, സീൻ 2, സീൻ 3, ഈ 3 കേസിലും ഈ 3 വ്യക്തികൾ അവർക്ക് ദൈവം അനുവദിച്ച ഈ സഹനം എന്തിനാണ് എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ രോഗം വന്നയാൾ തൻ്റെ പാപം കാരണമാണ് ഇത് വന്നത് എന്ന് മനസ്സിലാക്കാതെ ഈ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ധ്യാന കേന്ദ്രങ്ങൾ ഓടി നടന്നുകൊണ്ടിരിക്കും. ഈ തോറ്റ കുട്ടി പരീക്ഷയ്ക്ക് വീണ്ടും അവനെന്ത് ചെയ്യുന്നു? വീണ്ടും അവൻ്റെ കഴിവ് ഉപയോഗിച്ച് അവൻ വീണ്ടും പരീക്ഷ എഴുതുന്നു. അവന് മനസ്സിലാവുന്നില്ല ദൈവം എന്തിനാ ഇത് അനുവദിച്ചതെന്നുള്ളത്. ജോലി പോയ ആൾ ദൈവത്തെ പ്രാഗിക്കൊണ്ട് വീണ്ടും വീണ്ടും ദൈവദൂഷണം പറഞ്ഞ് ജീവിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ കേസുകളിലെല്ലാം നമ്മൾ ദൈവം എന്തിനാണ് ഇത് നൽകിയതെന്ന് മനസ്സിലാക്കാത്ത കേസുകളിൽ സഹനം നീണ്ടു പോവുകയാണ്. അപ്പോൾ നമ്മൾ പറയും, പ്രാർത്ഥിച്ചിട്ട് അതേ സഹനം മാറുന്നില്ല. സഹനം എങ്ങനെ മാറും? ദൈവം അനുവദിച്ച ഈ കാര്യം, ഈ സഹനം എന്തിനാണ്? ഈ 3 കാര്യങ്ങൾ നിൻ്റെ ലൈഫിൽ സംഭവിക്കാനാണ്. ഈ 3 കാര്യങ്ങൾ സംഭവിച്ചാലേ സഹനം മാറിപ്പോകും. അപ്പോൾ സഹനം മാറാനും വരാനുള്ള സഹനം ഒഴിവാകാനും ഉള്ള എളുപ്പ വഴി എന്താണ്? ഈ 3 കാര്യങ്ങൾ: വിശുദ്ധി, എളിമ, ദൈവത്തിലുള്ള ആശ്രയബോധം. ഇത് 3 ഞാൻ നേരത്തെ നേടിയെടുത്താൽ പോലെ. അപ്പോൾ വിശുദ്ധിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഓക്കെ, ഞാൻ ചെയ്ത പാപത്തിന്, ജഡിക പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ജപമാല ചൊല്ലുന്നത് 5 രഹസ്യങ്ങൾ മുട്ടുകുത്തി ചൊല്ലുന്നു, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഉപവസിക്കുന്നു, അല്ലെങ്കിൽ കുർബാനയിൽ എപ്പോഴും ഫാനിൻ്റെ താഴെ നിന്നാണ് ഞാൻ കുർബാന കൂടാറ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഫാൻ ഇല്ലാത്ത സ്ഥലത്ത് ഒരു കുർബാന കൂടുന്നു. ഈ രീതിയിൽ നമ്മൾ കുഞ്ഞു പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ വളരെ മോശം ജീവിതം നയിക്കുന്ന വ്യക്തിയായിരുന്നു, ഞാൻ അതിന് പരിഹാരമൊന്നും ചെയ്യുന്നില്ല, ഇവൻ ഇങ്ങനെ തന്നെ പോകുന്നു എന്ന് കണ്ട ദൈവം 2030 ഒരു വാഹന അപകടം അനുവദിച്ചുകൊണ്ട്
അതിലൂടെ എൻ്റെ മാനസാന്തരം ദൈവം എന്ത് ചെയ്യുന്നു, നേടിയെടുക്കാമെന്ന് ദൈവം വിചാരിക്കുന്നു 2030. ഇത് മനസ്സിലാക്കുന്ന ഞാൻ എന്ത് ചെയ്യുന്നു, 2025 തന്നെ എൻ്റെ വിശദീകരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു പ്രായശ്ചിത്ത പ്രവൃത്തികൾ. അപ്പോൾ 2030 സഹനം മാറിപ്പോവാണ്. എന്തിനാണ് ദൈവം സഹനം തരുന്നത്? ആ സഹനം എന്നെ വിശദീകരിക്കാൻ. ഇത് മനസ്സിലാക്കുന്ന ഞാൻ എന്ത് ചെയ്യുന്നു, നേരത്തെ ഇത് ഒരു മുൻകൂർ ജാമ്യം എന്നതുപോലെ എൻ്റെ വിശദീകരണം ഞാൻ തന്നെ എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്നു. പ്രോബ്ലം സോൾവ്ഡ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഏത് സഹനമാണെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളിലേക്ക് തന്നെ നമ്മൾ ചിന്തിക്കുക, ഏത് മേഖലയാണ് ഞാൻ ശരിയാക്കാനുള്ളത് എന്നുള്ളത്. ഒരു സഹോദരി എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചു. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. എത്ര പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ആരോടെങ്കിലും വെറുപ്പുണ്ടോ? ഉണ്ട്. അവരെ വേദനിപ്പിച്ചവരോടൊക്കെ വെറുപ്പുണ്ട്. അപ്പോൾ അവർ പറയുമ്പോൾ വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് വെറുപ്പ് തോന്നാൻ എല്ലാവിധ ന്യായമുണ്ട്. പക്ഷേ നമ്മൾ ക്രിസ്ത്യാനികളാണ്, നമുക്ക് അങ്ങോട്ട് വെറുപ്പ് വെച്ചിരിക്കാൻ പറ്റത്തില്ല. ഈ വെറുപ്പ് വെച്ചിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനും പറ്റത്തില്ല. അപ്പോൾ അവരുടെ ലൈഫിൽ അവരെത്ര പ്രാർത്ഥിച്ചിട്ടും സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിക്കാത്തത് ദൈവം അത് അനുവദിക്കുന്നത്, ആ സഹനം ദൈവം തുടർന്നു കൊണ്ടുപോകുന്നത് ഇവർ ഈ ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവരൊന്ന് മനസ്സറിഞ്ഞ് ക്ഷമിച്ച് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ജോലി മേഖലയും സാമ്പത്തിക മേഖലയൊക്കെ തുറന്നു കിട്ടും. അപ്പോൾ ദൈവം ആ സഹനം അനുവദിച്ചത് എന്തിനാണ്? ഇവരുടെ വിശദീകരണത്തിന് വേണ്ടി. പക്ഷേ ഇവരത് മനസ്സിലാക്കുന്നില്ല. ഈ വെറുപ്പ് വെച്ചുകൊണ്ട് തന്നെയാണ് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയുമ്പോഴവരെ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ വിശുദ്ധി, നമ്മുടെ എളിമ, നമുക്ക് ദൈവത്തിലുള്ള ആശ്രയബോധം, ഇത് 3 കാര്യങ്ങളും വളരാനാണ് നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും സഹനം ദൈവം അനുവദിക്കുന്നത്. വളരെ ഇതിൽ നിന്നും വിഭിന്നമായിട്ട് വിക്ടിം സോൾസ് ഉണ്ട്. ഈ യാഗാത്മക ആത്മാക്കൾ, ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തിട്ട് ആത്മാക്കൾ. അവരെത്ര വിശുദ്ധി ജീവിച്ചാലും അവരുടെ രോഗങ്ങളും സഹനങ്ങളും അത് മരണം വരെ അങ്ങനെ തന്നെ പോകും. അത് അവരും ദൈവം തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് പോകുന്നതാണ്. വാഴ്ത്തപ്പെട്ട ആൻ കാതറിൻ, തെരേസ ന്യൂമാൻ, അൽഫോൺസമ്മയൊക്കെ അവർ ദൈവത്തിന് സമർപ്പിച്ച വ്യക്തികളാണ്. അതായത് ദൈവമേ, ഞാൻ റെഡിയാണ്, നീ എന്നെ എങ്ങനെ വേണമെങ്കിലും അടിച്ചോളൂ, ഉപയോഗിച്ചോളൂ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി. അത് മറ്റൊരു കേസാണ്. ഞാൻ പറയുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ ലൈഫിൽ വരുന്ന സഹനങ്ങൾ ഈ 3 കാര്യം സംഭവിക്കാനാണ്. അതുകൊണ്ട് ഈ വീഡിയോ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ തോൽവി, ഈ സാമ്പത്തിക ബുദ്ധിമുട്ട്, ഈ കടബാധ്യത, എന്തും ആയിക്കൊള്ളട്ടെ, ഇത് ദൈവം അനുവദിച്ചത് എൻ്റെ വിശുദ്ധിക്ക്, എൻ്റെ എളിമയ്ക്ക്, എൻ്റെ ദൈവത്തിൽ ആശ്രയബോധം. ഈ 3 കാര്യങ്ങളിൽ എവിടെയാണ് എനിക്ക് വീഴ്ച വന്നിട്ടുള്ളത്, ആരോടാണ് ഞാൻ വെറുപ്പ് വെച്ചിരിക്കുന്നത്, ആ മേഖലയൊക്കെ ക്ലിയറാക്കി വെച്ച് കഴിഞ്ഞാൽ റെഡിയാവും. ഈ മേഖലകളൊക്കെ ഇപ്പം കുർബാനയ്ക്ക് പോകാത്ത വ്യക്തി, എല്ലാ ദിവസവും കുർബാന, അല്ലെങ്കിൽ ഞായറാഴ്ച പോലും കുർബാനയ്ക്ക് പോകാത്ത വ്യക്തിയെ കൊണ്ട് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന ഒരു ലൈഫ് സ്റ്റൈല് ദൈവം കൊണ്ടുവരാനായിരിക്കാം നിൻ്റെ ജോലി ദൈവം കളഞ്ഞത്. അല്ലാതെ നീ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണില്ലല്ലോ, ഇത് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ നിൻ്റെ ജോലി പോകാതിരിക്കണമെങ്കിൽ, ആ സഹനം വരാതിരിക്കണമെങ്കിൽ നീ തന്നെ എഫേർട്ട് എടുത്തിട്ട് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി തുടങ്ങണം. അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ദൈവത്തിനറിയാം ആഷിക്കെന്ന് പറഞ്ഞ വ്യക്തി, അവൻ അറിഞ്ഞൂടെ, ചിലപ്പം 50-ാമത്തെ വയസ്സിലോ 55-ാമത്തെ വയസ്സിലോ 60-ാമത്തെ വയസ്സിലോ അവൻ ദൈവത്തിനെ അറിയത്തുള്ളൂ എത്രയാണ് ആയുസ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ആ ആയുസിൻ്റെ ഉള്ളിൽ ഇവനെ ഈശോയാക്കി മാറ്റണമെന്നതാണ് ദൈവപിതാവിൻ്റെ ആഗ്രഹം. അപ്പോൾ ദൈവം അതിനെ പഠിച്ചവന് 18 നോക്കും. പ്രത്യേകിച്ച് നമ്മുടെ മരണദിനങ്ങൾ അടുത്തു വരുന്ന വർഷങ്ങളിൽ ദൈവം അതികഠിനമായിട്ടുള്ള സഹനങ്ങൾ തരും. അപ്പം അത് തരുന്നത് എന്തിനാണ്? നീ 30-ാമത്തെ വയസ്സിൽ ആർജിക്കേണ്ട വിശുദ്ധി നീ നേടിയിട്ടില്ല. അപ്പം ദൈവം നോക്കുമ്പോൾ ഇവനാകെ കുറച്ച് വർഷങ്ങളേ ഉള്ളൂ. ആ വർഷത്തിനുള്ളിൽ ഈ വിശുദ്ധി അവനെ നേടണം. അപ്പോൾ ഇങ്ങനെയുള്ള സഹനങ്ങൾ കൊടുത്താലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ. ഈശോയെ പോലെ ആയിത്തീരാൻ നമ്മൾ ഓരോ ദിവസവും ശ്രമിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ബോധപൂർവം പരിത്യാഗ പ്രവൃത്തികളും പ്രായശ്ചിത്ത പ്രവൃത്തികളും നമ്മൾ ചെയ്യുക, എളിമപ്പെടുക, ദൈവത്തിലെ ആശ്രയബോധം നമ്മൾ വളർത്തിയെടുക്കുക. അങ്ങനെ ഈശോയെ പോലെ ആയി തീർന്നു കഴിഞ്ഞാൽ സഹനങ്ങൾ ഓരോന്നും പൊക്കോളും. അപ്പോൾ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തെ കൊണ്ടങ്ങ് മാറിപ്പൊക്കോളും. അപ്പോൾ അതൊന്നൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ലൈഫിൽ ഈ 3 കാര്യങ്ങളിൽ എവിടെയാണ് വീഴ്ച വന്നിരിക്കുന്നത്? ഇത് കറക്റ്റ് ചെയ്ത സഹനം മാറും, ഉറപ്പാണ്. തീർച്ചയായിട്ടും സഹനം മാറും. ഞാൻ എൻ്റെ ജീവിതത്തോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് വളരെ വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് നമുക്കിത് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് ഇങ്ങനെയുള്ള ധ്യാനലക്ഷണമൊക്കെ പറഞ്ഞു തരുമ്പോൾ
നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവണോ അന്ന് ഇങ്ങനെ സംഭവിച്ചത് ഇന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ ഒരു കൊന്ത മാത്രം ചൊല്ലുന്ന എന്നെക്കൊണ്ട് ഒരു 2 or 3 എക്സ്ട്രാ കൊന്ത ചൊല്ലിക്കാനായിരുന്നു അന്നിങ്ങനെ സംഭവിച്ചത്. ആ കൊന്ത ചൊല്ലുന്നത് വഴി ഞാൻ കൂടുതൽ വിശദീകരിക്കപ്പെടുന്നു. ആ നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന വഴി അനേകം എവിടെയൊക്കെയോ ആത്മാക്കൾ രക്ഷപ്പെടുകയും ചെയ്തു. ഇതൊക്കെ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാലേ നമുക്ക് ഈ മുഴുവൻ രഹസ്യം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈശോയെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. നമ്മുടെ ആയുസ് തീരുന്നതിനുള്ളിൽ ഈശോയെ പോലെ ആയിത്തീർക്കാൻ ദൈവം എല്ലാ വഴിയും ദൈവം നോക്കും. അതിനൊരു ഭാഗമാണ് സഹനം. അതുകൊണ്ട് സഹനം വരുന്നതിന് മുൻപ് എന്താക്കുക? ഈശോയെ പോലെ നമ്മൾ എത്രയും വേഗം ആയിത്തീരാനുള്ള പ്രവൃത്തി നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. Ave Maria, gracia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christe.